പാലക്കാട് മുണ്ടൂരിൽ യുവാവിനെ അയൽവാസി തലക്കടിച്ചു കൊന്നു. മുണ്ടൂർ സ്വദേശി മണികണ്ഠനാണ് കൊല്ലപ്പെട്ടത്. അയൽവാസികളും സഹോദരങ്ങളുമായ വിനോദ്, വിജീഷ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് ഒരു പ്രതികരണം കാണാം. ഞങ്ങളാരും ശ്രദ്ധിക്കാറില്ല, ദിവസമായതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. മരിച്ച ആൾക്ക് വർഷങ്ങളായിട്ടൊരു മാനസിക രോഗമുണ്ട്. ഒരു വർഷത്തിൽ 2-3 മാസമുള്ളത്. ഡെയിലി പണിക്ക് പോയിട്ടാണ് ആ കഴിയുന്നത്. പിന്നെ അമ്മയില്ല, ഭാര്യയില്ല, അത് തനിച്ചാണ്. നമ്മൾ വൈകുന്നേരം വരെ ബഹളമുണ്ട്, രാത്രി 10 മണി വരെ. അതുവരെ ഞങ്ങൾക്കറിയുള്ളൂ. ഇതൊക്കെ കാര്യം ഞങ്ങൾക്കറിയില്ല. രാവിലെ കാണുമ്പോൾ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. നാട്ടുകാർ വന്ന് കണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. വിവരങ്ങളുമായി ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് ഇത്തരമൊരു വൈരാഗ്യത്തിന്, ഇത്തരം ഒരു അക്രമം ഉണ്ടാകാൻ വേണ്ടിയുള്ള കാരണം ആയിട്ട് പോലീസ് പറയുന്നത്? അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. പാലക്കാട് മുണ്ടൂരിൽ മണികണ്ഠൻ ഈ സഹോദരങ്ങളായ വിജേഷിൻ്റെയും വിനോദിൻ്റെയും വീട്ടിൽ മദ്യപിക്കാനായിപ്പോയി. ഇവർ മദ്യപിക്കുന്നതിനിടയിൽ തർക്കമുണ്ടായതിനിടയിൽ ഈ വിജേഷിൻ്റെയും വിനോദിൻ്റെയും അമ്മയെ ഇയാൾ അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ ഈ വിജേഷും വിനോദും മണികണ്ഠനെ മർദ്ദിച്ചു. മർദ്ദനത്തിലാണ് ഈ മണികണ്ഠൻ മരിച്ചത്. പിന്നീട് രാവിലെ നാട്ടുകാരിത് കാണുകയും പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. ഇവർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് തന്നെ വിജേഷിനെയും വിനോദിനെയും പോലീസ് പിടികൂടുകയും ചെയ്തു. രാത്രി മദ്യപിച്ചപ്പോൾ ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തിയതെന്ന് ആണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. ഏതായാലും വിജേഷിനെയും വിനോദിനെയും നിലവിലിപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.